ഇന്ന് വന്ന ആ കമന്റിനുള്ള റിപ്ലൈ ആണ്. രേണുസുതി ആത്മഹത്യക്ക് ശ്രമിച്ചു, അത് സത്യമാണോ എന്നുള്ളത് അതിന്റെ ഉത്തരം സത്യമല്ല. ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. ഞാൻ അവരുടെ വേണ്ടപ്പെട്ട സ്വന്തം അച്ഛനെയാണ് വിളിച്ച് സംസാരിച്ചത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, അത് പുറത്തിട്ടവനും വട്ടാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ കൂടുതലായിട്ട് എനിക്ക് ഒന്നും പറയാനില്ല. ഓക്കെ, രേണുസുതി വീട്ടിലുണ്ട്. ഞാൻ വിളിച്ച സമയത്ത് അവൾ ടോയ്ലറ്റിലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് വീഡിയോ കോൾ ഞങ്ങൾ വിളിച്ച് സംസാരിക്കും. ഓക്കെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? ഞാൻ സുഖമായിരിക്കുകയാണ്. പ്രബിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കുറേ പേര് നല്ല അനുഗ്രഹത്തോടെ പ്രബിനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അവർ ഇടുന്ന ഒരു റിപ്ലൈ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതിനെല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. പിന്നെ അതിനു മുന്നായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. രേണു കണ്ടൻറ്റുകൾ പുറത്തിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആ കണ്ടൻറ്റുകൾ എടുത്തു വെച്ച് ചെയ്യുകയാണ്. അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, അതുപോലെ ഞാനും ചെയ്യുന്നുണ്ട്. എന്നെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്ത് നിങ്ങളിങ്ങനെ സംസാരിക്കരുത്. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പ്രബിന് ഇതിലൊന്നും ഇല്ല, മനസ്സിലായില്ലേ? എനിക്കാരും ഒന്നും കൊണ്ട് തരാനും ഇല്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. രേണുസുധീരെ വീട്ടിൽ കെട്ടായിട്ട് നോട്ട് കെട്ടുകൾ അവളെ വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ അവൾക്ക് കണ്ടൻറ്റുകൾ ഇട്ട് തരാൻ അവളെ കൊണ്ട് പറ്റും. അപ്പോൾ എൻ്റെ വീട്ടിൽ ആരും ഇങ്ങനെ കെട്ടായിട്ട് പണങ്ങൾ കൊണ്ട് തരാനില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഞാനോ എൻ്റെ ചേട്ടനോ ജോലിക്ക് പോയാലേ എൻ്റെ കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റിന് ഉള്ള പൈസ കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ എനിക്ക് ഈ വീട്ടിലിരുന്ന് ഈ ഒരു ജോബേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയും വേറെ കണ്ടന്റ് ഇല്ലേ? വേറെയും കണ്ടന്റുകളുണ്ട്, അതും ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കണ്ണിൽ ഇതല്ലേ പെടുന്നുള്ളൂ, മനസ്സിലായില്ലേ? കണ്ടന്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഈ ഒരു കണ്ടന്റുകളാണ് വൈറലാകുന്നത്. മറ്റു കണ്ടന്റുകൾ വൈറലാകുന്നില്ല. അത് എൻ്റെ കുറ്റമാണോ? ആണോ? നിങ്ങളുടെ കുറ്റമാണ്. നിങ്ങൾക്ക് ഇതാണ് കാണാൻ താല്പര്യം, മനസ്സിലായില്ലേ? നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് രേണുവിൻ്റെ കണ്ടന്റാണ്. അപ്പോൾ രേണുവിൻ്റെ കണ്ടന്റാണ് വൈറലാക്കിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ആ ഒരു സംശയം നിങ്ങൾക്ക് ഇവിടെ ക്ലോസ് ആയില്ലോ. ഇനി എന്നെ സ്നേഹിക്കുന്നവർക്കും എൻ്റെ മോനെ സ്നേഹിക്കുന്നവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോടും നന്ദിയുണ്ട്. കാണിക്കുന്നത് പോലെ നാടകമല്ല എൻ്റെ കുഞ്ഞ് കാണിക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ? അവൻ ഇതുപോലെ വന്നിരുന്ന് എനിക്ക് വയ്യ എന്ന് അവൻ പറയുമെങ്കിലും അവൻ കിടക്കുന്ന കിടപ്പോ ഇരിക്കുന്ന ഇരിപ്പോ നടക്കുന്നതോ അല്ല ആക്ടിങ്ങോ ഒന്നും അവനറിയില്ല, മനസ്സിലാവില്ലേ? മനസ്സിലാകുന്നുണ്ടെങ്കിൽ മനസ്സിലാവട്ടെ. അതെല്ലാം റിയലായിട്ട് അവൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത് ഒരെണ്ണം പോലും അവനൊന്ന് ഛർദ്ദിച്ചാൽ പോലും അവൻ പറയണം ഇതൊന്നും പുറത്ത് വിടല്ലേ അമ്മ, എനിക്ക് വയ്യായ്മ ഇല്ല എന്ന് വേണം ആരോടും പറയാൻ എന്നാണ് അവൻ പറയുന്നത്. ആ ഒരു കുട്ടിയെ നിങ്ങൾ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യരുത്, മനസ്സിലായില്ലേ? അവളെ പോലെ അല്ല എൻ്റെ കുട്ടി, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പിന്നെ നിങ്ങളെ ഞാൻ മൈൻഡ് വെക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് അത്രയും കൾച്ചറുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം ഇത്രയും പബ്ലിസിറ്റിയിൽ ഇരുന്നും കൊണ്ട് അവൾ വിളിച്ചു പോകുന്നത് ഇവരെടുത്ത് വെച്ച് ചെയ്യുന്നു. അതിനിപ്പം നമുക്കെന്താ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല. അവളെ കുട്ടിക്ക് പൈസ വേണം, അതിപ്പോൾ അവൾ ആരെയൊന്നും ഇരക്കാൻ പോകുന്നില്ല. അവൾ വീട്ടിലിരുന്ന് അവളെ കണ്ടന്റുകൾ, അവൾക്ക് കിട്ടുന്ന കണ്ടന്റുകൾ, അതായത് റീച്ച്. എല്ലാവർക്കും പ്രശ്നം റീച്ച് തന്നെയാണ്. എനിക്കും അത് തന്നെയാണ് വിഷയം. കാരണം എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എനിക്ക് എല്ലാവരും കൈനീട്ടി എനിക്ക് തായോ എന്ന് പറഞ്ഞ് എനിക്ക് ചോദിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്ക് ഇതാണ് ഒരു കണ്ടൻ്റായിട്ട് റീച്ച് കിട്ടുന്ന. അപ്പോൾ ഞാൻ ഇതെടുത്ത് വെച്ച് ചെയ്യുന്നു. അതിനിപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അതിനുമുമ്പ് ഇതിങ്ങനെ നീണ്ടിങ്ങനെ പോവുകയാണല്ലോ എന്താ, അതുകൊണ്ടാണ് ഞാൻ അതവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നലെ ഞാൻ വന്ന് പറഞ്ഞത് മനസ്സിലായി കാണുമോ എന്ന് വിചാരിക്കുന്നു. രേണു ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല, അതായത് തൂങ്ങില്ല എന്ന് പറഞ്ഞ കാര്യത്തിന് നിങ്ങൾക്ക് വ്യക്തതയായല്ലോ. പ്രൂഫ് ഐറ്റമാണ് ഞാൻ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. രേണുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ സജീനയാണ് പറയുന്നത്. നിങ്ങൾ കേട്ട് കാണും. അവളെ സ്വന്തം അച്ഛൻ, അതായത് രേണുവിൻ്റെ സ്വന്തം അച്ഛനാണ്, അതായത് തങ്കച്ചൻ എന്ന് പറയുന്ന ആ ഒരു അച്ഛനാണ് വിളിച്ചു അതിരിക്കുന്നത്. രേണു അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ അൻഷാദിനിട്ടല്ലേ നമ്മൾ കൊടുക്കേണ്ടത് ഇന്ന്. അപ്പോൾ അൻഷാദിനോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യമാണ്, ഈ കണ്ടൻറ്റ് ഈ പുറത്തിറക്കിയത് എന്ത് ഉദ്ദേശം കൊണ്ടാണ് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെ ഇറക്കുന്നതും റീച്ചിന് വേണ്ടിയിട്ടല്ലേ? എന്തേ അവരോട് നിങ്ങൾക്ക് ചെന്ന് ചോദിക്കണ്ടേ? ഈ അൻഷാദിനോട് എന്തിനിങ്ങനെ ഒരു ഫേക്ക് കണ്ടൻറ്റ് പുറത്തിറക്കി വിട്ടു എന്ന് അത് ചോദിക്കണ്ട അല്ലേ? പാവങ്ങളെ നെഞ്ചത്ത് കയറുന്നതാണല്ലോ ഒരു പ്രത്യേകത അല്ലേ? അതങ്ങോട്ട് ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിനി വേറൊരു കാര്യം പറയാം. ഇന്നലെ അൻഷാദ് നമ്മളോട് പറഞ്ഞ വേറൊരു കാര്യമുണ്ടല്ലോ, രേണു ഇങ്ങനെ തൂങ്ങിയെന്നും അങ്ങനെ ചെയ്തു എന്നും കുറേ ചീത്ത പറഞ്ഞു എന്നും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു എന്നും ഒക്കെ പറഞ്ഞില്ലേ? അതിനെക്കുറിച്ച് ഒന്നും കൂടെ നമുക്ക് കേട്ടാലോ.
കേട്ടിട്ട് വരാം. അമ്മയെ അമ്മയായിട്ട് കാണണം, എങ്കിലേ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അമ്മയുടെ കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞതാണ് ഏറ്റവും കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയത്. ഇവളുടെ മൂത്ത മകനെന്ന് അവകാശപ്പെടുന്ന ഒരു പരനാറിയുണ്ട്, അവനെ അങ്ങനെ തന്നെ വിളിക്കണം, വേറെ നാറിയാണ്. അവൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു, അത് കണ്ടിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്ര അവൾ തുടങ്ങിയത്. ഞാനെന്നുള്ള കുറേ ചീത്ത വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിരുന്നും പറഞ്ഞ പോലും നമ്മൾ ഈ ഒരു അസുഖത്തിൽ നിൽക്കുന്ന ഒരാളാണ്, മാനസികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ തകർന്നു പോകും. എന്നിരുന്നാൽ പോലും ഞാൻ പറയുള്ളൂ, ഈ കിച്ചു എന്ന് പറയുന്ന ഒരുത്തൻ, അവനെ എന്താ പറയുക, കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാരും കുറച്ച് അമ്മച്ചിമാരും എല്ലാം സ്വന്തം മകനായിട്ട് കേരളത്തിൻ്റെ ദത്തുപുത്രനായിട്ടൊക്കെ കൊണ്ടുനടക്കുന്നത്. ഈ നാറിയൊന്നും അങ്ങനെ മോനല്ല, അവനൊന്നും അങ്ങനെ കൊണ്ടുനടക്കില്ല. രേണു പറയാതെ പറഞ്ഞു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവൻ പറഞ്ഞത് 2 വയസ്സ് വരെ അവന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുള്ളൂ, പെറ്റമ്മയുടെ സ്നേഹം കിട്ടി. പെറ്റമ്മയുടെ സ്നേഹം കിട്ടണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണം. പെറ്റമ്മ പോയത് പോട്ടെ, പോറ്റമ്മ വന്നല്ലോ. സ്വന്തം അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാനായിട്ട് പഠിക്കണം, ശരിയല്ലേ? അമ്മയെ അമ്മയായിട്ട് കാണണം, എങ്കിലേ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. കൂടുതൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ ഈ തലച്ചുമടിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ അവനെ കല്ലെറിയും. ഇതൊക്കെ വെറുതെ വന്നിട്ട് രേണുവിനെ വെളുപ്പിക്കാനായിട്ട് പറയുന്നൊന്നുമല്ല. കിച്ചു മോനെ, നീ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണും സുധി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണുകളും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ തെളിവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സംഭവങ്ങളൊന്നുമല്ല. അവളെ വളഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ ആക്രമിച്ചു കഴിഞ്ഞിട്ട് ആ പെണ്ണിനെ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആ പെണ്ണ് ഇന്ന് രാവിലെ തൂങ്ങിക്കിടക്കുക. നിങ്ങളെല്ലാം കേട്ടല്ലോ അല്ലേ അൻഷാദ് പറഞ്ഞത്. പക്ഷേ ഇത് ഞാൻ വിശ്വസിക്കണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇന്നലെ പറഞ്ഞതുപോലെ അൻഷാദ് രേണു തൂങ്ങി എന്ന് പറഞ്ഞതുപോലെ ഫേക്കാണോ എന്നെനിക്കറിയില്ല. എന്തായാലും അൻഷാദ് പറയുകയാണ് അമ്മയെ അമ്മയായി കാണണമെന്നാണ് പറയണത് അല്ലേ? അമ്മയെ അമ്മയായി കാണണമെന്നാണ് അൻഷാദ് പറയണത്. പിന്നെ ആരായിട്ടാണ് അവൻ കണ്ടത്? അൻഷാദിനോടുള്ള ചോദ്യമാണേ. എനിക്കിത് കൊണ്ട് ഒന്നും മനസ്സിലാകുന്നില്ല. അൻഷാദ് ഈ പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം കേട്ടാ, ഇതേ സംഭവം വേറൊരാളും കൂടെ പറയുന്നുണ്ട്. അതും കൂടെ നമുക്ക് കേട്ടാലോ? ഒരു മിനിറ്റ്. എന്നെ വെറുതെ വിടുപ്പിച്ചു, കിച്ചു എന്നെ വെറുതെ വിട്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി, ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പൊ ഇതാരുടെ സൗണ്ടാണെന്ന്? അപ്പോൾ അൻഷാദും പറയുന്നുണ്ട് അമ്മയായി കണ്ടില്ല മകനെന്ന്. അപ്പോൾ അതിലെവിടെയൊക്കെ ചുറ്റിക്കറങ്ങി തിരിഞ്ഞു വരികയാണ്. രേണുവും പറയുന്നുണ്ട് കിച്ചു മോനെ, നിനക്കും എനിക്കും അറിയാവുന്നുള്ള കാര്യങ്ങൾ പലതുമുണ്ട് അല്ലേ? അത് പുറത്ത് വന്നാൽ ഭയങ്കര പ്രശ്നമാണ് അല്ലേ? ലൈഫ് വരെ സ്പോയിലാവും എന്നുള്ള രീതിയിലാണ് രേണു സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഇവരെ വീട്ടിലെ പല കാര്യങ്ങളും ഇവർ തന്നെ പുറത്തു കൊണ്ടിടുകയാണ്. പുറത്തു കൊണ്ടിട്ടാൽ നമ്മളെടുത്ത് വെച്ച് ഇത് ചെയ്യുന്നതിൽ എന്താ തെറ്റ്? നമ്മുടേതായിട്ടുള്ള അഭിപ്രായമാണ് നമ്മൾ പറയുന്നത്. ഒരു കണ്ടന്റ് ഇട്ട് തരും, നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നു. അതിനിപ്പം നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഇതുപോലെ പല പല കണ്ടന്റുകൾ വരുമ്പോൾ നമ്മളിങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഇരിക്കണോ? ഞങ്ങൾ ചാനൽ തുടങ്ങിയിരിക്കുന്ന വെറുതെ അല്ലല്ലോ അല്ലേ? ചാനൽ തുടങ്ങിയിരിക്കണമെങ്കിൽ അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെവിയിൽ കേട്ടാൽ നമ്മളെടുത്ത് വെച്ച് പ്രതികരിക്കും. അതിന് നിങ്ങൾ രേണുവിൻ്റെ കൂടെ പറയണം ഇതുപോലെയുള്ള കണ്ടന്റുകൾ രേണുവിനെ സ്നേഹിക്കുന്നവർ. രേണുവിനെ സ്നേഹിക്കരുതെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. രേണുവിനെ സ്നേഹിക്കുകയല്ല, രേണുവിനെ എതിരെ ഇങ്ങനെ ചെയ്യരുതെന്ന് പറയണവർ അവർ രേണുവിൻ്റെ കൂടെ ചെന്ന് സംസാരിക്കുക. ഇതുപോലെയുള്ള കണ്ടന്റുകൾ പുറത്തേക്ക് ഇട്ട് കൊടുക്കാതിരിക്കുക, പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കാതിരിക്കുക എന്ന് അല്ലേ? പക്ഷേ ഇവിടെ ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും രേണു? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. അരിയാഹാരം തിന്ന് കിടക്കുന്നവർക്ക് കറക്റ്റായിട്ട് ഈ അൻഷാദും ഈ രേണുവും പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത് അല്ലേ? ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ ഒന്നും പറയുന്നില്ല. പക്ഷെ കിച്ചുവിൻ്റെ കൂടെ എനിക്ക് പറയാനുണ്ട്. കിച്ചു ഇത് സത്യമാണെങ്കിൽ അത് ആ ഒരു രീതിയിൽ എന്താ കാര്യമെന്ന് പറഞ്ഞ് പുറത്ത് കൊണ്ടുവരിക, അതല്ലെങ്കിൽ അല്ലാത്ത എന്നുള്ള രീതിയിൽ പ്രൂഫ് ഐറ്റമായിട്ട് പുറത്ത് കൊണ്ടുവരിക. പിന്നെ അൻഷാദ് പ്രത്യേകം പറയുന്നുണ്ട് അച്ഛൻ്റെ ഫോണൊക്കെ പ്രൂഫ് ഐറ്റംസ് ആയിട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട് എന്ന് പറയുന്നുണ്ട്, അച്ഛൻ്റെ ഫോണൊക്കെ. അപ്പോൾ അതിലെന്തെങ്കിലും പ്രൂഫ് ഉണ്ടാവാതിരിക്കില്ല, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ എനിക്ക് ഇവിടെ എന്താ പറയണമെന്ന് സത്യമായിട്ടും എനിക്കറിയില്ല കേട്ടോ. അമ്മയെ അമ്മയായി കണ്ടില്ല എന്ന് അൻഷാദ് പറയുന്നിടത്ത് എനിക്ക് അൻഷാദിനോടൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ശരി, രേണു സംസാരിക്കുന്നുണ്ട്, രേണുവിൻ്റെ ആ ഒരു കാര്യം എന്തോ ആവട്ടെ, അതൊന്നും ഞാനിവിടെ ഒന്നും പറയുന്നില്ല.
പക്ഷെ അൻഷാദ് ഇതെങ്ങനെ അറിഞ്ഞു കിച്ചു അമ്മയെ അമ്മയായി കണ്ടില്ല എന്ന്? അല്ലേ, അൻഷാദ് എങ്ങനെ അറിഞ്ഞു? അൻഷാദ് എല്ലാവർക്കും ഞാൻ പരിചയപ്പെടുത്താം അൻഷാദ് ആരാണെന്ന്. അൻഷാദ് രേണുവിൻ്റെ ക്യാമറമാനാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, ക്യാമറമാനൊക്കെയാണ്. നമ്മളെ വീട്ടിൽ എൻ്റെ ജീവിതത്തിൽ, ഞാൻ മറ്റുള്ളവരെ വിളിക്കുന്നില്ല, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം വിഷമകരമായ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനത് എനിക്ക് വേണ്ടപ്പെട്ട ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ട്, അതായത് ലേഡി ആയിട്ടുള്ള ഫ്രണ്ട്, പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റായ ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ സഹോദരി ഉണ്ടെങ്കിൽ സഹോദരിയോട്, അതും അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്നത്, അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരില്ല എന്നുള്ള രീതിയിൽ പറയുന്ന ഫ്രണ്ടിൻ്റെ കൂടെ നമ്മൾ പറയും അല്ലേ. ഒരാണായിട്ടുള്ള ഒരാളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമോ ഒരു പെണ്ണ്? എനിക്കറിയില്ല, പക്ഷേ രേണു പറയുമായിരിക്കും. എനിക്ക് അവിടെയാണ് കുറേ പ്രശ്നങ്ങൾ. അമ്മയെ അമ്മയായി മോൻ കണ്ടില്ല. അൻഷാദ് അവിടെ ആരാണ്? രേണുവിൻ്റെ ക്യാമറാമാൻ അല്ലേ, അല്ലാതെ മറ്റാരും അല്ലല്ലോ. എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിച്ചതാണ്. അൻഷാദാണ് പുറത്തു കൊണ്ടുവന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി അതിൻ്റെ പേരിൽ എന്നെ എല്ലാവരും കൂടെ തൂക്കിക്കൊല്ലാൻ വരല്ലേ, പാവമാണ് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. നിങ്ങൾ പറയുന്ന കാര്യം, ഞങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങൾ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നു. നിങ്ങൾക്കത് എങ്ങനെയാണോ ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ അങ്ങനെ നിങ്ങളും ബോധ്യപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. എനിക്കിനി വേറൊരു കാര്യം ചോദിക്കാനുള്ളത് കിച്ചുവിൻ്റെ കൂടെയാണ്. കിച്ചു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പല കാര്യങ്ങളും കിച്ചുവിൻ്റെ ഫാമിലിയിൽ നടന്നിട്ടുണ്ടെന്ന് കിച്ചു തന്നെ വീഡിയോ വഴി പറയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ ഞാനിവിടെ കിച്ചുവിൻ്റെ സൈഡ് നിൽക്കില്ല, രേണുവിൻ്റെ സൈഡ് നിൽക്കില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. അവിടെ എന്തോ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവിടെ മണക്കുന്നുണ്ട്. അത് 100% ഉറപ്പായ കാര്യമാണ്. എന്തായാലും അവിടെ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അൻഷാദ് പറഞ്ഞതായാലും രേണു പറഞ്ഞതായാലും. ഇപ്പം അൻഷാദ് എങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളത് അതവിടെ നിൽക്കട്ടെ, അത് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ. ഇനി അത് അൻഷാദിന് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പറയട്ടെ. പക്ഷേ കിച്ചു ഇത് വെളിയിൽ കൊണ്ടുവരാനുള്ളതാണെങ്കിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇതോടെ സ്റ്റോപ്പ് ചെയ്യുക. രേണു, സുധി, കിച്ചു ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ചീഞ്ഞ് നാറും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക. അമ്മയും മോനും തമ്മിലുള്ള ഇതാണ് ഇവിടെ പുറത്ത് വന്നിരിക്കുന്നത് അല്ലേ. വളർത്തു മോനുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പുറത്ത് കൊണ്ട് അൻഷാദിട്ടിരിക്കുന്നത്. രേണുവും പറയുന്നുണ്ട്, ലൈഫ് സ്പോയിലാകുന്ന രീതിയിൽ എന്നെക്കൊണ്ട് തുറന്നാൽ ലൈഫ് സ്പോയിലാകുന്ന രീതിയിലുള്ള രഹസ്യങ്ങൾ രേണുവിൻ്റെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ രണ്ടും കൂടെ മാച്ച് ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ അവിടെ കാണുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്തിട്ടല്ല പറയണത്. ഞാൻ പൊതുവായിട്ട് നിങ്ങളോട് പറയുകയാണ്. ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കാൻ നോക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പറഞ്ഞു തീർക്കാം. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് നിങ്ങളിങ്ങനെ ചീഞ്ഞ് നാറാൻ നിൽക്കരുത്. ഇപ്പം തന്നെ ആൾക്കാരെല്ലാം പറയാൻ തുടങ്ങി, അരമന വീട്ടിലെ അങ്ങാടി രഹസ്യം പുറത്തെന്ന്. മനസ്സിലാവുന്നുണ്ടോ? സുധി നിലയം, രേണു, സുധി, കിച്ചു രഹസ്യങ്ങൾ പുറത്ത് എന്നാണ് പലരും പറയുന്നത്. എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ ആ ഒരു മരിച്ചുപോയ ഒരു വ്യക്തിയുടെ പേരിൽ വെറുതെ പ്രശ്നങ്ങൾ, അയാൾ ഒന്ന് ജീവനോടെ ഇല്ലതേനും, എന്നിട്ട് പോലും നിങ്ങൾ ആരും ആ ഒരു മനുഷ്യന് സമാധാനം കൊടുത്തിട്ടില്ല. എൻ്റെ ആരും അല്ല, പക്ഷെ ഞാൻ പറയുകയാണ്, രേണു സുധി നേരെ വണ്ണം ഇരുന്നിരുന്നുവെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഈ പുറത്ത് വരില്ലായിരുന്നു. രേണു സുധി ശരിക്കും എന്താ പറയണമെന്ന് അറിഞ്ഞൂടാത്ത രീതിക്കാണ് പറയണത് അല്ലേ. ഈ 2 ദിവസത്തിന് മുന്നേയുള്ള വീഡിയോ തന്നെ രേണു സുധി തന്നെ എടുത്തു വെച്ച് നോക്കിയേ. എന്ത് ക്രിട്ടിക്കൽ അവസ്ഥയിൽ കിടന്നും കൊണ്ടാണ് സംസാരിക്കും പോലെ രേണു സുധി സംസാരിച്ചത്. ICUവിലായിരുന്നു, അവിടെ നിന്ന് വീട്ടിൽ വന്നു, എനിക്കൊരു ഓർമ്മയില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കിച്ചു ഒരു വീഡിയോ പുറത്തു വിടുന്നു, സടകുട എണീക്കുന്നു, അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. പലരും പറയാണ് രേണു സുധിക്ക് അസുഖമാണെന്നുള്ളത് പോലും നാടകമാണോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഞാൻ പറയില്ല കേട്ടോ അത് നാടകമാണെന്ന്.
ഞാൻ ഒരിക്കലും പറയില്ല. രേണുസുതിക്ക് അസുഖമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്താ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു ക്രിട്ടിക്കൽ അവസ്ഥ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും പേടിച്ചു. പക്ഷെ അവിടെ അതും ഒരു ഫേക്കാണ്. ക്രിട്ടിക്കൽ അവസ്ഥ എന്ന് പറയുന്നത് അവൾ കീമോ കാരണം ഛർദ്ദിച്ചതാണ്. ആ ഛർദ്ദല്ല, അവളുടെ ആരോഗ്യം ഹെൽത്തി ഓക്കെ അല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവന് ഒരു എത്രയോ മണിക്കൂർ നേരം ICUയിൽ വെച്ചിരുന്നത്, ആരോഗ്യം ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ രേണുസുതിക്ക് അവിടെയും ക്രിട്ടിക്കൽ എന്നുള്ള ഒരവസ്ഥയല്ല. ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണെന്ന് പോലും ഇന്നും ഈ യൂട്യൂബിൽ നിൽക്കുന്നവർക്ക് പോലും പലർക്കും അറിയില്ല എന്ന് നിങ്ങൾക്ക് വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ അത് എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞു തരാം. ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ്. രേണുസുതി അവിടെയൊന്നും പോയിട്ടില്ല. ഇന്നെല്ലാവരും രേണുസുതിക്കുണ്ട്. രേണു സത്യം പറയാണ്, എനിക്കിത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയില്ല. എനിക്ക് സഹതാപത്തോടെയാണ് ഞാൻ രേണുസുതിയോട് പറയണത്. ഈ അൻഷാദ് എന്ന് പറയുന്ന ആള് അത്ര നല്ല ആളെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു വോയിസ് പുറത്ത് വിട്ട ആള് നല്ല ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും വീഡിയോസിൽ കമൻ്റ് ഇടാനും നിങ്ങൾ ആരും മറക്കരുത്. ഓക്കെ, ബൈ. പുതിയതായിട്ട് കാണുന്നവർ ചാനൽ സബ് ചെയ്യുക. ഓക്കെ, ബൈ.